ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ലലീഗ സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലലീഗനെ കുറിച്ചിട്ടുള്ള ഒരു ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ വായ്ത്താളം കൊണ്ട് കുറേയേറെ മുന്നിലായിരുന്നു. ലോകത്തില്ലാത്ത ഏതോ പ്ലേയേഴ്സൊക്കെ വന്ന് കപ്പടിക്കും, 100 ഗോളിനൊക്കെ ജയിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ബട്ട് അതിന് ശമനമായിട്ട് ട്രെയിൻ പിടിച്ചൊരു കോച്ച് വന്നു. ആ കോച്ച് വന്നു, ഡിസിഷൻസ് എല്ലാം മാറ്റി. വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ അവർ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം. നമുക്ക് ലലീഗയുടെ വിശേഷങ്ങളോട്ട് വരാം. ജയിക്കുന്ന 100 പോയിന്റ് വിജയ ശതമാനം ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ കട്ട റയൽ മാഡ്രിഡ് ആരാധകനായ മുസ്താഖിൽ നിന്നൊക്കെ തുടങ്ങാം. തോൽവിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് മുസ്താഖ്? ഇത് ലലീഗയാണ്. 15 യൂസിൽ പ്ലീസ് കൊണ്ടുവരരുത്. ഓക്കെ, എടാ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞില്ലല്ല. ആണോ? വിജയിച്ചവന്റെ സന്തോഷവും തോറ്റവന്റെ ദുഃഖവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വർഷങ്ങളായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്തും അല്ല, കുറച്ചു നേരം മുമ്പ് ഒരുത്തന് ഇൻട്രോയില് ട്രെയിൻ പിടിച്ച് വന്നതും ശമനം നിർത്തിയതും അതൊന്നും കഥയല്ല. ഞാൻ എന്തെങ്കിലും കുറച്ച് കാവ്യാത്മകമായി പറഞ്ഞു വന്ന അത് കാരണം അപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നം. എനിവേസ് ഈ പറഞ്ഞതുപോലെ 15ന്റെ കണക്കൊന്നല്ല ഞാൻ പറയണേ. റെയില് ഇതിനു മുമ്പ് ഒരു ഗലാറ്റിക്കോ സൈനിങ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു സീസൺ. എന്ന് പറഞ്ഞാൽ ടീം ഫുൾ സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു. ബെക്കാമ, റൊണാൾഡോ, സിദാൻ, ഫിഗോ എല്ലാവരും ഉണ്ടായിരുന്നു ആ സീസൺ. ഈ പറഞ്ഞ പോലെ അത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ടീമിനെ കൊണ്ടുവന്ന് സ്ട്രക്ചർ ചെയ്തെന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കാനായിട്ടായിരുന്നു. ഒരു ചാമ്പ്യൻസ് ലീഗ് പോലും അടിച്ചില്ല, പക്ഷെ ആ ലീഗ് അടിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഈ സീസൺ ഇപ്പോൾ എംബാപ്പേനെയും കൂടി ഈ ടീം, കാരണം ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിൽ ലീഗ് അടിച്ചു നിൽക്കുന്ന ടീമായിരുന്നു റെയിൽ. ആ ടീമിലോട്ട് ഒരു കളിക്കാരൻ പോവുകയും ചെയ്യുന്ന മറ്റൊരു കളിക്കാരൻ വരികയും ചെയ്ത്. ടോണി ക്രൂസ് പോയി, എംബാപ്പെ വന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഫോർവേഡ് ലൈനപ്പ് ഒന്നും കൂടി സ്ട്രോങ് ആവും. മിഡിലിപ്പോൾ ടോണി ക്രൂസിന്റെ ഒരു അഭാവമാണ്. പക്ഷെ എന്നാൽ പോലും ഏതെങ്കിലും ഒരു പ്ലെയർ സ്റ്റെപ്പ് അപ്പ് ചെയ്യും, അത് ബിടവ് നികത്തു എന്നാ വിചാരിച്ചത്. പക്ഷെ നികത്താൻ പറ്റിയില്ല. അവിടെ ഒരു വൻ പ്രശ്നം റയലിന് കിട്ടി. ടോണി ക്രൂസിനെ പോലെ ഒരു പ്ലേ മേക്കർ അവിടെ റയലിൽ വന്നില്ല. വാൽവർദെ അടിപൊളി മിഡ്ഫീൽഡറാണ്, പക്ഷേ പ്ലേ മേക്കർ അല്ല. ജൗമിനി കമവിംഗ പ്ലേ മേക്കർ അല്ല. മോഡ്രിച്ച് ഫുൾ ടൈം കളിക്കാനില്ല. സോ ബോൾ ഇട്ട് കൊടുക്കാൻ ആളുണ്ടാവില്ല. പിന്നെ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫോർവേഡ്സും ഏകദേശം ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസുകളെ കോച്ച് ചെയ്തൊരു കോച്ചാണ് ആഞ്ചലോട്ടി. ആ ആഞ്ചലോട്ടിക്ക് പോലും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടിയില്ല. പ്രഷേർഡ് സിറ്റുവേഷനായി. എംബാപ്പ ആയിക്കോട്ടെ, വിൻഷ്യസ് ആയിക്കോട്ടെ, റോഡ്രിഗോ ആയിക്കോട്ടെ, സീസൺ തുടങ്ങിയ സമയം 3 പേർക്കും സൂപ്പർ സ്റ്റാർ കളിക്കണമെന്നുള്ള സംഭവമായിരുന്നു. വിൻഷ്യസിന് പ്രത്യേകിച്ച് മെയിൻ ആവണമെന്നുള്ള ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു കെമിസ്ട്രിയും ലിങ്കും ബോണ്ടും വന്നില്ല. ഈഗോ ക്ലാഷും ഹെഡുമായി. സീസൺ കഴിഞ്ഞ് പകുതി ആയപ്പോഴേക്കും ഓക്കെ, പക്ഷെ അപ്പോഴും സീസൺ കഴിഞ്ഞ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 3 പേരെ ലെഫ്റ്റ് വിങ്ങേഴ്സാണ്. ഒരാൾ പോലും പ്രോപ്പർ CF അല്ല, റൈറ്റ് വിങ്ങറും അല്ല. അപ്പോൾ ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുമ്പോൾ അതിൻ്റെ ഡിസബിലിറ്റീസ് ഇവർക്ക് ഉണ്ടാവും. സോ അതൊക്കെയാണ് ഇഷ്യൂസ്. ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ എന്താ പറയുക, ഞാൻ ഓൾറെഡി പഠിക്കുന്നുണ്ടായി ലാലിക്ക് അടിക്കും, 100 പോയിന്റിന് അടിക്കും. എന്താ പറയുക, എംബാപ്പെ ടോപ്പ് ഗോൾ സ്കോറർ ആവും. എംബാപ്പെ ആയി കെട്ടടിക്കുന്നു പറഞ്ഞത് ഐ റിമെമ്പർ ദാറ്റ്. ഓക്കെ, പറ്റിയിട്ടില്ല. ആ സീസൺ പുതിയത് നമുക്ക് തുടങ്ങാൻ സമയമുണ്ടല്ലോ, അതിനു മുമ്പായിട്ട് വെട്ടിയാൽ മതിയല്ല. ഓക്കെ, നല്ല ഓർമ്മ ചിക്കന് അല്ല, ആശികരല്ല എടാ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ ക്ലാസ് സ്ക്രീൻ നടത്തിന് ശേഷം പിള്ളേര് ചോദിക്കുന്നേന്ന് ബസ്കറ്റ് അടിക്കണല്ലേന്ന്. അതും പറയാണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോ വേർ ഈസ് ബസ്കറ്റ്, DM എടുത്ത് ചോദിക്കുന്ന വേർ ഈസ് ബസ്കറ്റ്. ഒന്ന് പറഞ്ഞിരുന്നു, അപ്പൊ ചെയ്യണമല്ലോ. ചെയ്യും, അതെന്തായാലും ചെയ്യും, പേടിക്കണ്ട. സീസൺ പുതിയത് പറഞ്ഞ വാക്കിരിച്ച് വിലയുള്ളവനെ മുസ്താദ്. സീസൺ തുടങ്ങാനേക്കാളും എന്റെ ബസ്കറ്റ് കാണാം. അതെ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ വർത്താനൊന്നുമില്ല ഇതിന്റെ അത്. നമ്മൾ എന്തേ അത് വീഡിയോ പോകുമ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ പിന്നെ കമന്റ് വരൂ. എനിവേസ്, അപ്പോ റയലിലെ പ്രശ്നങ്ങളൊക്കെ പിന്നെ വായ്ത്താളവും ഞങ്ങളുടെ അഹങ്കാരവും ഈ പറഞ്ഞതുപോലെ ആ ഒരു കുന്തിളിപ്പും ഒരടി കിട്ടി നല്ലതാ. മുകളിലിരിക്കുമ്പോ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തുവേണമെങ്കിലും പറയാം. ഇടക്ക് ഒരടി കിട്ടി താഴ്ത്തോട്ട് വീഴുന്നത് നല്ലതാ, താഴ്ത്ത ആൾക്കാരുണ്ടെന്ന് അറിയാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു സീസൺ ഞങ്ങൾക്ക് ഒരു അടി കിട്ടി, ഞങ്ങൾ തിരിച്ചറിഞ്ഞ് വന്നെന്ന് ഞാൻ കരുതുള്ളൂ. അടുത്ത സീസൺ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എനിക്കിപ്പോൾ ഇത്രയും പറയാനുള്ളൂ. ഞങ്ങൾക്കൊരു മോശം സീസൺ ആയിരുന്നു, ഞങ്ങൾ മൂഞ്ചി തോറ്റ് ചീഞ്ഞ്, അത്രേ ഉള്ളൂ. അടുത്ത സീസൺ വായ്ത്താളം ഇല്ലെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അടുത്ത സീസൺ വായ്ത്താളമില്ല എന്നല്ല, ഒരു ടോട്ടൽ ന്യൂ സ്ട്രക്ചർ കാണാൻ പറ്റും റയലിൽ. കാരണം ഓൾറെഡി ഒരു ആർബിനെ സൈൻ ചെയ്ത് അർണോൾഡ്
വേൾഡ് ക്ലാസ് റൈറ്റ് ബാക്ക് ആണ് അർണോൾഡിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസീവ്ലി കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും റയലിന്റെ 3 ഫോർവേഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റോഡ്രിഗോ ആയിക്കോട്ടെ, വിനിഷ്യസ് ആയിക്കോട്ടെ, എംബാപ്പെ ആയിക്കോട്ടെ, ഇല്ല ജസ്റ്റ് ലീവ് ഇറ്റ്. ഇപ്പോൾ ഗൂളറുണ്ട്, ഈ പറഞ്ഞ പോലെ ഇനിക്കോ വില്യംസിനെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ എംബാപ്പെ വിനിഷ്യസിനെ മാത്രം നിന്ന് നോക്കി വന്നാലും അർണോൾഡ് ത്രൂ ബോൾ വെക്കണ പോലെ ഒരു വിങ് ബാക്കും വെക്കൂല ഇന്നത്തെ ഫുട്ബോളിൽ. ആ ഒരു കീ പാസസ് അത് ഓടിയെടുക്കാനുള്ള പേസ് ഈ രണ്ടുപേർക്കും ഉണ്ട്, ഫിനിഷ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. അതൊരു മേജർ അസറ്റാണ് റയലിന് നെക്സ്റ്റ് സീസൺ പോകുമ്പോൾ. പിന്നെ സാബിലൻസൂടെ കളി കണ്ടത്തോളം നമുക്കറിയാം പുള്ളിക്കാരെ വിങ് ബാക്സിനെ ബോട്ട് കൊടുക്കണം. നല്ല രീതിയിൽ വിങ് ബാക്സ് അഡ്വാൻസ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോൾ അർണോൾഡിനെ സംബന്ധിച്ച് അർണോൾഡ് ഡിഫൻസീവ്ലി വീക്ക് ആണെങ്കിലും അറ്റാക്കിംഗ് വൈസ് അടിപൊളിയാണ്. പാസ് തരാനാണെങ്കിലും ഷൂട്ട് ചെയ്യാനാണെങ്കിലും ആ ഒരു കീ ഏരിയയിൽ ഒന്ന് നിൽക്കാനാണെങ്കിലും. സോ അതൊരു മേജർ അസറ്റ് തന്നെയാണ് റയലിന്. പിന്നെ ഡീൻ ഹ്യൂസൺ എന്ന് പറഞ്ഞ ഒരു നല്ല CB-നെയും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ റയലിന് എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ആയിരുന്നു, ഫുൾ ഇഞ്ചുറി ആയിരുന്നു, പ്രത്യേകിച്ച് ബാക്ക്. അതിൻ്റെ പ്രശ്നമുണ്ടായി. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ അപ്പോൾ മിഡിലോട്ട് എടുത്തു കഴിഞ്ഞാലും ഇത്രയും നാളും ടോണി ക്രൂസിന്റെ ആ ഒരു ഇത് വെച്ച ആൻസലോട്ടി കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്ലേ മേക്കർ സ്റ്റൈൽ ഫീൽഡിങ്ങിൽ ഇപ്പോൾ അലൻസോ വരുമ്പോൾ ആ ഒരു പൊസിഷൻ മാറി, ആ ഒരു പ്ലേ മേക്കറിന്റെ റോൾ ഉണ്ടാവില്ല. കുറച്ചും കൂടി കോമ്പാക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ആ ഒരു രീതിയിലായിരിക്കും കളിക്കണം. അപ്പോൾ ഓബിയസ്ലി വാൽവെർദെ ഈ പറഞ്ഞ പോലെ വാൽവെർദെ എന്തായാലും മെയിൻ സംഭവം ഇരിക്കും. പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒന്നര ശതമാനമായിരിക്കും, അല്ലെങ്കിൽ ബെല്ലിഹാമിനൊന്നും കൂടി സെൻട്രലാക്കും. ആ ഒരു രീതിയിലോട്ട് വരുമ്പോൾ ഒന്നും കൂടി ബാലൻസ്ഡ് വരാൻ സാധ്യത. പിന്നെ LB-ലോട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൽവാരോ കരേരസ് എന്നും പറഞ്ഞ് ബെൻഫീക്കയുടെ LB സ്പാനിഷ് കാലക്കം പ്ലെയർ എന്ന് പറഞ്ഞാൽ പേസ്ഡ് ആണ്, അറ്റാക്കിങ് അടിപൊളിയാണ്. സോ അങ്ങനത്തെ ഒരു പ്ലെയറും കൂടി വരുമ്പോൾ ടീം ഒന്നും കൂടി റിവാമ്പായി. ആൻസലോട്ടി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ റയലിന്റെ മൈൻഡിൽ മറ്റേ ആൻസലോട്ടി ഈ സീസണും കൂടി വെക്കാൻ പാടുള്ള സീസൺ തട്ടോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. അവർക്കൊരു പുതിയൊരു റയൽ മാഡ്രിഡ് 2.0 എന്നുള്ളൊരു പുതിയ സംഭവം സ്റ്റാർട്ട് ആകാനുള്ളൊരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ടാണ് അവർ നിന്നത്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും റയലിന് എത്ര ഇഞ്ചറി പ്രോബ്ലംസ് വന്നിട്ടും ജനുവരി വിൻഡോയിൽ ഒരാളെ പോലും സൈൻ ചെയ്ത് കൊടുത്തില്ല. കൊടുക്കണമെന്ന് കൊടുക്കരുത്, ഫണ്ടില്ലാത്ത ക്ലബ്ബാണ്. അവരൊരാളെ പോലും സൈൻ ചെയ്തില്ല, അവർ സൈൻ ചെയ്യൂല എന്ന് തറപ്പിച്ച് പറയും ചെയ്തത്. എന്നാൽ അതേസമയം ഈ സീസൺ കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നിട്ടില്ല, ഓൾറെഡി സൈനിങ്സ് നടത്തി കഴിഞ്ഞ്. അതാണ് വ്യത്യാസം. സോ പിന്നെ അലൻസോ ഈ പറഞ്ഞ പോലെ അത്ര എസ്റ്റാബ്ലിഷ്ഡ് കോച്ചൊന്നും അല്ല. 2 സീസണിൽ അവർ കോച്ചിനെ കോച്ച് ചെയ്ത് 3 സീസൺ. പക്ഷെ ആ 3 സീസണിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ റെലഗേഷൻ ഉണ്ടായ ഒരു ടീമിനെ നെക്സ്റ്റ് സീസൺ അൺബീറ്റൻ ആയിട്ട് കൊണ്ടുപോയി ബുണ്ടസ്ലീഗ അടിച്ചു. ബുണ്ടസ്ലീഗ എന്ന് പറഞ്ഞാൽ ബയൺ മ്യൂണിക്ക് മാത്രമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മള് എവിടെയൊക്കെ വരുന്ന ഡോർട്ട്മണ്ട് അന്നേരം 2 ടീമുകളും ആ ടീമിനെ തെറ്റിച്ച് ലെവർകൂസൻ അടിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതും പോരാണ്ട് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ യൂറോപ്പ ലീഗിലാണെങ്കിൽ എല്ലാത്തിലും പുള്ളിക്കാരൻ ലക്കിന് ജയിച്ച ഒരു കോച്ചല്ല. തികച്ചും പുള്ളിക്കാരൻ്റെ ടാക്ടിക്സും ഫോർമേഷനും ആ അറ്റാക്കിംഗ് ഫുട്ബോളും വെച്ച് കളിച്ചു തന്നെ. പിന്നെ അലൻസോനെ പൊക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ സിറ്റി ഉണ്ടായി, ലിവർപൂൾ ഉണ്ടായി, അത്രയും ടീംസ് ഉണ്ടായി. പക്ഷെ പുള്ളിക്ക് റയലിന് താല്പര്യം, പുള്ളി റയലിലോട്ട് വന്ന് ഇപ്പോൾ ഒരു നല്ല പ്രീ സീസണും കൂടി കിട്ടുമ്പോൾ ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പ്രീ സീസൺ കിട്ടും, നല്ലൊരു ടൈം അലൻസോന് കിട്ടുന്നുണ്ട്. പിന്നെ അലൻസോൻ ഓൾറെഡി റയൽ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുക, മാനേജ്മെന്റ് എങ്ങനെയാണ് ഓൾറെഡി അറിയാം. ഇതിനു മുമ്പ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ 2014-15 ആഞ്ചലോട്ടി റയലിനെ വെച്ച് ചാമ്പ്യൻസ് ലീഗ് അടിച്ച് അടുത്ത വർഷം ട്രോഫിലെസ് ആയിട്ട് ആഞ്ചലോട്ടി പോയി. ഇതേപോലെ തന്നെ ട്രോഫിലെസ് ആയിട്ട് ആഞ്ചലോട്ടി പോയതിനു ശേഷം റാഫേൽ ബെനിറ്റീസിനെ കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്ത് ബെനിറ്റീസിനെ പകുതിക്ക് വെച്ച് തട്ടി. ഒരു മുൻ റയൽ മാഡ്രിഡ് താരം പരിശീലനായിട്ട് വന്നു. 3 സീസൺ അടുപ്പിച്ച് 3 പീറ്റ് അടിച്ച്. കോച്ചിന്റെ പേര് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, സിനദീൻ സിദാൻ വന്ന് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു പ്ലെയർ, റയൽ മാഡ്രിഡിന്റെ ഒരു മുൻ പ്ലെയർ വന്ന് ആ ടീമിനെ കോച്ച് ചെയ്ത് 3 പീറ്റ് അടിച്ച്. കൂടെ കളിക്കാനായിട്ട് പ്ലെയേഴ്സിനെ നമ്മൾ മറക്കാൻ പാടില്ല, എനിവേസ് ക്രിസ്ത്യാനോ ആണെങ്കിലും ബെയിലാണെങ്കിലും എല്ലാവരും. പക്ഷെ അത് കഴിഞ്ഞ് സിദാൻ പിന്നെ ഇറങ്ങി. റയലിന്റെ ചരിത്രത്തിൽ ഒറ്റ കോച്ച് സ്വയം ഇറങ്ങി പോയിട്ടുള്ളൂ, അത് സിദാന. അതിനുശേഷം പിന്നെയും കോച്ച് വന്ന് അതിപ്പോൾ വർക്കൗട്ടായപ്പോൾ പിന്നെയും സിദാൻ വന്ന് പിന്നെ ഒരെണ്ണം കൂടി അടിച്ചില്ലേ 4 ചാമ്പ്യൻസ് ലീഗ് അടിച്ച് ഏക കോച്ച്. സോ അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം ഇപ്പോൾ റയലിന്റെ കേസ് വിട്ട് ബാഴ്സ എടുത്താലും ഗോർഡിയോള ഒരു ബാഴ്സലോണ പ്ലെയർ ആയിരുന്നു. ആ ടീം എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, ആ ടീം എങ്ങനെ കളിക്കണം എന്നുള്ളത് ഗോർഡിയോളക്ക് നല്ല ഐഡിയ ഉണ്ടായി. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിരുന്നു. സാവി വന്ന് റൊണാൾഡ് കോമന് ശേഷം സാവിക്ക് ഒരു ഐഡിയ ഉണ്ടായി, പൊക്കിയെടുക്കാൻ പറ്റി സാവിക്ക് ടീമിനെ. ഫ്ലിക്കിന്റെ അത്രയും പറ്റിയില്ലെങ്കിലും പൊക്കിയെടുക്കാൻ പറ്റി, പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അലൻസോനി റയൽ മാഡ്രിഡിനെ അറിയാം, ആ പ്ലെയേഴ്സിനെ അറിയാം, ആ മാനേജ്മെന്റിനെ അറിയാം. അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് നെക്സ്റ്റ് സീസൺ ശുഭപ്രതീക്ഷ 100% വിജയം. 2 മാസത്തിലൊരു ബസ്കറ്റ് അടിയും, 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ബസ്കറ്റ് അടിയും. ഇത്രയും നേരം പറഞ്ഞ ഇതുവരെ
ആയിക്കോട്ടെ. ഓക്കെ നോക്കാം നെക്സ്റ്റ് സീസൺ എന്തായാലും സാബിലോൻസ് അല്ല എൻ്റെ ഒരു ഇതില് സാമ്പിൾസോടെ കീഴിൽ റയൽ ഫോർമേഷൻ വെക്കണം ഇങ്ങനെ ഇരിക്കും. കോർട്ടോ ഓബിയസ്ലി ഗോളി, സി ബി എടുത്തു കഴിഞ്ഞാൽ അസെൻസിയോ ഉണ്ടാവും, റോഡിഗർ ഉണ്ടാവും, ഹ്യൂസൺ ഉണ്ടാവും. ആർ ബി അർണോൾഡ്, കാർവഹാലാണ് മച്ച് ബെറ്റർ ബട്ട് സ്റ്റിൽ അർണോൾഡ് കളിക്കും. എന്തായാലും ഒരു പ്ലെയർ ആയി. അർണോൾഡ് സി എം എടുത്തു കഴിഞ്ഞാൽ വാൽവെർദെ, അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലിംഗ്ഹാം. എൻ്റെ ഒരു മൈൻഡിൽ ആക്ച്വലി ആ ഫോർമേഷൻ അല്ല, തെറ്റിപ്പോയി പറഞ്ഞത്. 3-5-2 ആണ് കളിപ്പിക്കേണ്ടത്. സോറി, 3-5-2 റയൽ ഇറങ്ങണം. ഗോളി കോട്ടുക, ഹ്യൂസൺ, അസെൻസിയോ, റൂഡിഗർ, സിബീസ, അർണോൾഡ് 6. അതേപോലെ തന്നെ മിഡ് എടുത്തു കഴിഞ്ഞാൽ വാൽവെർദെ, ചൗമിനി, CDM, LM എടുത്തു കഴിഞ്ഞാൽ കരേരസ് വന്നു. കരേരസ് സൈൻ ചെയ്ത അല്ലെങ്കിൽ റോഡ്രിഗോ, പിന്നെ CAM ബെല്ലിംഗ്ഹാം. 3-5-2 എന്ന് പറയുമ്പോൾ ബെല്ലിംഗ്ഹാമിനെ അഡ്വാൻസ്ഡ് ആയിട്ട് ആ ഫോൾസ് 9 പൊസിഷനിൽ, നമ്പർ 10 പൊസിഷനിൽ കളിക്കാൻ പറ്റും. പുള്ളിയാനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഫോർവേഡ്സ് എംബാപ്പെ, വിനിഷ്യസ്. ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ 3-4-1-2 3-4-1-2, 3-5-2 ചെയ്തത് കേസ് എല്ലാം വിഡ്രോ ചെയ്തു. അസെൻസിയോ ഓൾ ക്ലിയർഡ് ആണ്. അസെൻസിയോ അല്ലെങ്കിൽ മിലിറ്റാവോ ഉണ്ട്, ഡേവിഡ് ആലബ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കേൾക്കാനുള്ളത് എല്ലാം കിട്ടും. ഇല്ല, 2 കേസും കൂടി പറയാനേ എന്താ, 2 കളിക്കാര് പോയി നിങ്ങടെ. മോഡ്രിച്ചും ലൂക്കാ മോഡ്രിച്ചും പോയി, ലൂക്കസ് വാസ്കസും പോയി. റയൽ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് മാഡ്രിഡ് പ്ലെയർ, മാഡ്രിസ്റ്റ, സെർജിയോ റാമോസിന് ശേഷം ഒരു പക്ഷേ ലൂക്കസ് വാസ്കസ് ആയിരിക്കും. കഴിഞ്ഞ വർഷം ടോണി ക്രൂസ് പറഞ്ഞു. അല്ല, ടോണി ക്രൂസ് ഈ പറഞ്ഞ പോലെ ബയർ ലെവർകൂസനിൽ നിന്ന് വന്നതാ. അങ്ങനത്തെ ഫുള്ളായിട്ട് അവർ റയൽ മാഡ്രിഡ് പ്ലെയർ അല്ല. വാസ്കസ് എന്ന് പറഞ്ഞാൽ മോഡ്രിച്ച് പക്ഷേ മോഡ്രിച്ച് ടോട്ടൻഹാമിൽ നിന്ന് വന്നതാ. പറയട്ടേടോ, ഒന്ന് പറഞ്ഞത് തീർക്കട്ടേടോ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സെർജിയോ റാമോസിന് ശേഷം റയൽ കണ്ട വൺ ഓഫ് ദ എന്താ പറയാ ഡൈ ഹാർഡ് മാഡ്രിസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കസ് വാസ്കസ് ആണ്. നാച്ചും ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ. ഇവരൊക്കെ വൺ ക്ലബ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് അവര് ഇപ്പോൾ റാമോസ് എടുത്തതിന് സെവിയെന്ന് വന്നാണെങ്കിൽ പോലും ഇത്ര വർഷത്തോളം ഉണ്ടായതാണ്. മോഡ്രിച്ച് ഉണ്ടായി ഇല്ല എന്നല്ല പറയണേ, പക്ഷെ ഒരു കോർ ഫാൻസും ആ ഒരു സംഭവം പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി. അത്രേ ഉള്ളൂ. അപ്പോൾ വാസ്കസ് ക്ലബിൽ നിന്ന് പോണേണ്. വാസ്കസ് എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിലും ആ ടീമിന് വേണ്ടി പട്ടിപ്പണി എടുക്കുന്ന ഒരു കളിക്കാനായിരുന്നു നാച്ചോനെ പോലെ. അപ്പോൾ അതൊരു വിഷമമുള്ള കാര്യമാണ്. മോഡ്രിച്ച് എന്ന് പറഞ്ഞാൽ അവന് നമ്മുടെ ബെർമുഡ ട്രയാങ്കിളിലെ മാസ്റ്റർ ആയിരുന്നു. അതും പോയി. അപ്പോൾ രണ്ടിനെയൊക്കെ എത്താനാവാത്ത വിടവുകളാണ് വന്നേക്കണേ. പക്ഷെ വാസ്കേസിന് ലാസ്റ്റ് ടൈം എല്ലാവരും താഴ്ത്തി പക്ഷേ പുള്ളിക്കാനൊക്കെ ആവണുണ്ടായില്ല, അതുകൊണ്ടാണ്. അതും പുള്ളിക്കൊരു റൈറ്റ് ബാക്ക് പൊസിഷന് കൊടുത്തത്. എനിവേസ്, ഈ പറഞ്ഞതുപോലെ ദേ ഹാഡ് എ ബ്യൂട്ടിഫുൾ കരിയർ ഇൻ റയൽ മാഡ്രിഡ്. ആരും ഒരിക്കലും വെറുക്കൂല. നല്ല പെർഫോമൻസസ് ഉണ്ടായിട്ടുണ്ട്. അത്രയും പറയാനുള്ളൂ. പക്ഷേ 2 ജെംസിനെ നമ്മൾ ഇനി മിസ് ചെയ്യും. ബട്ട് സ്റ്റിൽ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്ലേയേഴ്സിനും ഇമോഷണലി ഇതാക്കാറില്ല. തട്ടേണ്ട സമയമാകുമ്പോൾ തട്ടും, കൊണ്ടുവരേണ്ട സമയമാകുമ്പോൾ കൊണ്ടുവരും. ദാറ്റ്സ് ഓൾ. ഓക്കെ കഴിഞ്ഞോ പറയണോ നീ പറയാനുള്ള. ഓക്കെ നമുക്ക് ഇനി ഇവിടെ എന്തായിക്കാരം പറയാ. അതൊക്കെ ഓർമ്മ ആക്ച്വലി അവസരം എന്താ, ഇനി തരാം ബസ്കറ്റ് അടിച്ചു ഇനി തരാം. പറഞ്ഞു. നിനക്ക് സന്തോഷിക്കാനുള്ള ദിനങ്ങളല്ലേ ലാലിക ആർഭിക്കാനുള്ള ഒരു ഇത്. ഇല്ല, അതായത് നേരിട്ട് ക്ലിക്കിനെ പ്രശംസിക്കുന്നേക്കാളും മുമ്പ് സാവിയുടെ കേസൊന്നും എടുത്തു പറയാം. സാവി ഉണ്ടെന്നാണ് ഈ പറഞ്ഞ എല്ലാ യങ്സ്റ്റേഴ്സിനെ. ഉബാർസി എടുത്താലും യമാൽ എടുത്താലും ജാവി ഈ പറഞ്ഞ ബാൽദെ പോവാണ്ട് പ്ലേയേഴ്സിനെ ബോർഡ് വെച്ചത് കോണ്ടെ വിടും, റഫീനെ വിടും, ലെവൻഡോസ്കി വിടും. കൂന്റെ മറ്റേ ചെൽസി സൈൻ ചെയ്യാൻ പോണേ. അതല്ലേ തിരിച്ചു ഏത് എന്തോ 50-60 മില്യൺ പോകാൻ നിന്ന പ്ലെയറിനെ കീപ്പ് ചെയ്ത് പറഞ്ഞ് തിരിച്ചു. അത്രയും പേരെ കീപ്പ് ചെയ്ത് അവരാണ് ഇപ്പൊ ഈ സീസണിലെ ബെസ്റ്റ് മെയിൻ പ്ലേയേഴ്സ്. അവരെ അത്രയും ടോപ്പ് ഫോമില് കൊണ്ടുവരാൻ കാരണം തൊഴിൽ വെച്ചത് സാബാണെങ്കിലും പ്ലേസ് ചെയ്ത് ഏറ്റവും ക്ലിക്കാണ്. നീ പറഞ്ഞിട്ട് കുറെ കൊല്ലം കുറെ എന്ന് പറഞ്ഞാൽ എത്ര 2019 ശേഷമാണ് കുറച്ച് മീൻസ് 2021 കോപ്പാടയുടെ അടിച്ചേർന്ന് പാഴ്സ. പക്ഷെ അത് പോരാ, സീസൺ അത്ര ബെസ്റ്റും ഇത്ര 6 കൊല്ലത്തിന് ശേഷം എല്ലാതരം പറയാൻ 4-5 ബോർഡ് ടോപ്പ് പെർഫോമൻസ് കൊല്ലങ്ങൾക്ക് ശേഷം എന്ന് പറയുകയാണ്. ഇപ്പത്തെ ഈ ഒരു കൊല്ലം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം എടുത്താൽ ടോപ്പ് ലെവൽ പീക്കിൽ നിൽക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. 6 കൊല്ലം ഇത്തരം പൊളിഞ്ഞ് യൂറോപ്പ ലീഗ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ യൂറോപ്പിലേക്ക് കളിക്കും. അത് ആരൊക്കെ തോന്നുക, ഒന്ന് ബെൻഫിക്കയുടെ 3-0 തോറ്റിരുന്നു, യുണൈറ്റഡ് ആയിട്ട് തോറ്റിരുന്നു,
ഇപ്പൊ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എന്തൊക്കെ നേടിക്കോത്താൻ. അങ്ങനെ ചത്ത് ചമഞ്ഞ് കിടന്ന ടീമിനെ പൊടി തട്ടി എടുത്ത് ഈ ടോപ്പ് ഞാൻ ഒരാൾ പറഞ്ഞേക്കുമ്പോൾ അത്രയും ടോപ്പ് വെച്ചിട്ട് 3 കപ്പ് നേടിയിട്ടുണ്ട്. പറയുക ഓക്കെ 3 കപ്പ് നേടിയിട്ടുണ്ട്. ഒന്നും പ്രത്യേകിച്ച് ഞാൻ പറയാനില്ല. സ്റ്റിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് പ്ലേയേഴ്സിനെയാണ്. ഈ സെമി ചാമ്പ്യൻസ് ഏറ്റവും കൂടുതൽ വേണ്ട കപ്പാണ് ചാമ്പ്യൻസ്. തോറ്റു അത് തോറ്റത് എങ്ങനെയാണെന്ന് അറിയാതെ എന്താ പറയാ കളിച്ച് തോൽവി ബട്ട് നമുക്കെന്നെ അറിയാം ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ടീമില് എഫേർട്ട് കണ്ട് തോറ്റാവുന്നല്ല. നമുക്ക് ഫസ്റ്റ് ആ കളി കണ്ടറിയാം. സെക്കൻഡ് ലെഗ് പൊതിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് കാര്യമില്ല തോറ്റു. പക്ഷെ ആ കളി കഴിഞ്ഞിട്ട് കോൺഫിഡൻസ് കാണുക. അത് കഴിഞ്ഞിട്ട് അടുത്ത എൽ ക്ലാസിക്ക് ഒന്ന് പഞ്ഞിക്കിട്ട് പന്നിക്കുന്നിട്ടില്ല. അത് ഇതേപോലെ 4-3 ഇരുന്ന് അല്ല അതെന്തിനാണ് ഇന്ററായിട്ട് പറഞ്ഞ തോറ്റപ്പോ ഞങ്ങള് ബോൾ തൊടിയിച്ചില്ല, അങ്ങനെ ഇതാക്കി തോറ്റ് തോൽ അത്രേ ഉള്ളൂ. അല്ലാണ്ട് റൈല പഞ്ഞി കിട്ടുന്ന പറയാൻ ഇതിന് വ്യത്യാസമുണ്ട്. ആ യൂറോപ്പ് ലീഗിലൊക്കെ തോറ്റതൊക്കെ പുറമെ വെച്ച് നോക്കുമ്പോ ടീമേ തന്നെ പിരിച്ചുവിടാന്ന് തോന്നും. ടീമേ വേണ്ടാന്ന് തോന്നും. പക്ഷെ അതുപോലെ അല്ലേ ഇവിടെ തോറ്റെന്ന്. ആ ഡിഫറൻസ് ഉണ്ട്. ഇവർ ടീം ബിൽഡ് ചെയ്തിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ തോന്നും. ബാസിക്കിനൊന്നും ഇപ്പോൾ ഉള്ളതിനെ കീപ്പ് ചെയ്താൽ മതി. ഇനി എടുത്തു പറയേണ്ടത് പുതിയ സയൻസ് ആകെ ഒന്നും വന്നിട്ടില്ല. ആകെ തെർസ്റ്റേന് പരിക്ക് പോയിട്ട് ഇപ്പോൾ സെസ്നീനെ വിരമിച്ചു പോയ പ്ലെയറിനെ സിഗരറ്റും വലിച്ച് ഗോൾഫ് കളിച്ചോണ്ടിരുന്ന പ്ലെയർ വിളിച്ചിട്ട് കളിക്കാണ്ടെന്ന് പറഞ്ഞ് വന്ന് കപ്പടിച്ച്. പിന്നെ അത് ഓൽമോ മറ്റേ ട്രോഡ് കണ്ടതാ. റയലിനെ തോപ്പിക്കാനൊക്കെ ഏറ്റവും പാടായിരുന്നു ഓൽമോനെ സൈൻ ചെയ്യാൻ. അത് കുറെ പണിയെടുത്ത് ഞാൻ എടുത്തിട്ടാണ് ഓൽമോനെ സൈൻ ചെയ്തത്. പിന്നെ എടുത്തു പറയുന്നത് വേറെ എനിക്ക് നോട്ട് ചെയ്യുന്ന എന്തായാലും ഈ പറഞ്ഞ ഫെറാൻ ടോറസും എറിക് ഗാർസിയ. അത്രയും ഹൈപ്പിൽ ഫെറാൻ ടോറസ് വന്നിട്ട് വളരെ മോശം കളയാനിരുന്ന പേരായിരുന്നു. കളയാൻ ആർക്കും വേണ്ടായിരുന്നു. എനിക്ക് കാമിന്റെ കളിയായിരുന്നു എറിക് ഗാർസിയ. ഉദ്ദേശിച്ചത്രയും കളിയൊന്നും വന്നില്ലായിരുന്നു. പക്ഷെ കോച്ച് കഴിഞ്ഞപ്പോ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് എടുത്തു. ആഷിഖ് എന്നെ ഫാനായി പോയി. ഫെറാൻഡോറസിന്റെ അത്യാവശ്യം നല്ലൊരു ട്രാൻസ്ഫർ തന്നെ വിട്ടത്. ഇന്ററായിട്ടുള്ള കളിയിൽ ഗാർസിയുടെ ഗോളാണെങ്കിൽ രണ്ട് ഗോൾ ഇട്ടിച്ച് 4-4 അതല്ല ഇത് പറ ഫെറാൻഡോറസിന് അത്യാവശ്യം നല്ലൊരു ട്രാൻസ്ഫറിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ കൊടുക്കില്ലേ? കൊടുക്കും കൊടുത്താ പൈസ അത് നല്ല പേരാവാൻ പറ്റില്ലേ? അത് പറ്റും. അത് പറ്റും. പിന്നെ ഈ പറഞ്ഞ എറിക് ഗാർസിയൻ പെടും അതിലും കസാഡോ തുടങ്ങിയിട്ടുള്ളൂ. ബട്ട് ടോപ്പ് പെർഫോമൻസ് ആണ്. പരിക്കാരോ ബിജോവിന്റെ പരിക്കാരോ വന്നതാ. പക്ഷെ അത് ടോപ്പ് പെർഫോമൻസ് ആണ്. അത്ര അടിപൊളി കളിയായിരുന്നു. സ്കിൽസ് വെച്ചൊരു കമ്പാരിസൺ വരെ ആ ടൈമിൽ വന്നു കുറച്ചൊക്കെ കളിച്ചപ്പോൾ തന്നെ. പിന്നെ തിരിച്ച് സബിലോട്ട് തന്നെ പോയി. പറഞ്ഞ കൂട്ടാണെങ്കിലും ജെറാഡ് മാർട്ടിൻ വന്നു. ഫസ്റ്റിന് വളരെ മോശമായിരുന്നു. ബെറ്റർ ആയിട്ടില്ല. പിന്നെ ഇംപ്രൂവിംഗ് ആണ്. ഇനീഗോ മാർട്ടിനസ് അതെവിടുന്ന് വന്നേന്നൂല എനിക്കറിയാൻ പോലെ. അത്ലറ്റിക്കോ ക്ലബ് അത്ലറ്റിക് ക്ലബ് അതന്നെ അത്ലറ്റിക് ക്ലബ് അതുപോലെ പറഞ്ഞൂടാ കണ്ട സെബിയാരോ പറഞ്ഞ ഞാൻ പറയില്ല. അവൻ ബിൽബാവ് എല്ലാം വെച്ചപ്പോ നീ അത്ലറ്റിക്കോ പറഞ്ഞ്. പക്ഷെ ഇനീഗോ ആദ്യം വന്നപ്പോ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം പ്രായമുള്ള പ്ലെയർ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാ. അപ്പൊ അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ ചെറിയ പോരായ്മ നെക്സ്റ്റ് സീസണിൽ വരാനേ ഉള്ളൂന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങിൽ ഒരു കളി വരുന്നു. എല്ലാ തവണയും കളി വരുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ്. ഈ ഫെബ്രുവരി കളി കൊണ്ടുവരണം. മോസ്റ്റ്ലി അറിയാലോ എല്ലാം യമാൻ സൈഡിലാണ് കളി വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ കളി വരുന്ന ഈ ലൂയിസ് ഡിയാസിനെ ഇപ്പൊ നോക്കുന്നത് എത്ര 80 മില്യൺ ടു മച്ച് ഫോർ ബാർസ. ഇനി അതുപോലെ വേസ്റ്റ് ആവുള്ളൂ. ഒന്നാമത് മറ്റേ പിരിച്ചാണ് ടീം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ 80 മില്യൺ കൊടുത്ത് വ്യത്യാസമാണെന്ന് പറഞ്ഞ പണ്ടത്തരാ. അതിന് പകരം ഞാൻ പ്രിഫർ ചെയ്ത റാഷ്ഫോർഡാ. പക്ഷെ ഇപ്പൊ കൊണ്ടുവരാൻ പറ്റിയൊരു പ്ലെയർ ഉണ്ട്, റോഡ്രിഗോ, റയൽ മാഡ്രിഡും. റോഡ്രിഗോ എടാ ലൂയിസ് ഡിയാസിന് 80 റോഡ്രിഗോന് റയല് മിനിമം ഒരു 100 കിട്ടാണ്ട് വെക്കൂല. മിനിമം റോഡ്രിഗോ. പക്ഷെ വേറൊരു പ്ലെയർ ഉണ്ട് നീക്കോ വില്യംസിന് 58 മില്യൺ ഫീസ് കോസ്റ്റ് ഉള്ളൂ. പക്ഷെ നീക്കോ വില്യംസ് 58 മില്യൺ കൂടെ കിട്ടും. അല്ല നീ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലായിട്ട് സംഭവം അതാ. റയൽ എന്തിനാ നീക്കോ വില്യംസിനെ സൈൻ ചെയ്യുന്നതാണ് എന്റെ മൈൻഡിലോട്ട് ഒന്ന് ചിന്ത എന്ന് പറഞ്ഞാൽ. ബാഴ്സ 3 ലെഫ്റ്റ് എടാ അതാണ് എന്റെ മൈൻഡിലോട്ട് ഒന്ന് ചിന്ത പറഞ്ഞാ. ബാഴ്സിന് നീക്കോനെ സൈൻ ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയാണ് നീക്കോനെ റയൽ സൈൻ ചെയ്യുന്നുള്ള മൈൻഡായി. പക്ഷെ രണ്ടും കളിക്കും. ശരി എന്നാലും അതുകൊണ്ട് അതിപ്പോ റഫീനയുടെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. അപ്പുറം ഇപ്പുറം. പക്ഷെ ഇവിടെ കളിയൊന്നുമില്ലല്ലോ. അവർക്ക് ഫിനിഷിംഗ് മാത്രമേ ഉള്ളൂ. ലൂയിസ് ഡിയാസിനെ എടുക്കുന്നതിന് പകരം അത്രയും കാശ് വന്നേക്കോ. അമ്മല്ലെങ്കിൽ
ഗാർനാച്ചോ അല്ലെങ്കിൽ റോഡ് റാഷ്ഫോർഡ് ഗാർനാച്ചോ കൊണ്ടുവന്നാൽ മതി. എനിക്കറിയില്ല. യുണൈറ്റഡിന് ആര് എടുത്താലും മതി. വേണമെങ്കിൽ മഗ്ഗറെ കൊടുത്ത ലെഫ്റ്റും കിട്ടുമോ ചിലപ്പോൾ ഗ്രാൻജി. ഈക്വലേഴ്സ് നല്ല ഓപ്ഷൻ, പക്ഷെ പൈസ ഇല്ല. പിന്നെ എനിക്ക് ഡോക്കുനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഡോക്കുനെ കിട്ടില്ല. ഡോക്കുനെ കിട്ടൂല. ഡോക്ടർ നെക്സ്റ്റ് സീസൺ എന്തായാലും സിറ്റിയിലുണ്ടാവും. ഇത്രയും പേര് വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഈ ഒരു പൊസിഷനിലോട്ട്. വേറെ റാസ്റ്റോടായിരിക്കും ഇത്രയും കൂടിയും. പിന്നെ സി എഫ് ഒരെണ്ണോടെയും പറയാന്നുള്ളത് എപ്പോഴും പറഞ്ഞ ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടാവുള്ളൂ. ഏതിലൊരു പ്ലെയർ ലെഫ്റ്റ് എന്നാലും ആരെ പ്രിഫർ ചെയ്യണേ സി എഫ് കുറെ ലിറ്റർ ഗോയിക്കറസ് അങ്ങനെയാണ് എനിക്കുണ്ട്. അതെ അത് കാശില്ല, എനിക്ക് കാശെങ്കിലും എന്താ പറയാ. എല്ലാവരും എനിക്ക് അതാ മനസ്സിലാകാതെ. റയലിൽ 3 ലെഫ്റ്റ് വിങ്ങേഴ്സില്ലേ, ഒരെണ്ണത്തിനെ വിറ്റിട്ട് റൈറ്റ് വിങ്ങിൽ ഒരു സെന്റർ ഫോർവേഡ് വരട്ടെ ഞാൻ പറയുള്ളൂ. റയലിൽ അതിപ്പോ സെന്റർ ഫോർവേഡ് ആണ്. എംബാപ്പേനെ വിങ് ഇട്ടാൽ മതി, കളി മാറും. അല്ലെങ്കിൽ റോഡ്രിഗോ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ഹാളണ്ട്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ജൂലിയൻ ആൽവാരസ്, ഇസാക്ക്, ഈ 3 പേരുടെ ഏതെങ്കിലും ഒരാൾ വന്നാൽ ഗോയിക്കറസ് വേണ്ട. എനിക്ക് താല്പര്യം. കുറെ റൂമർ വന്നു, പക്ഷെ ഗോയിക്കറസ് എനിക്ക് ഇത്ര ബിഗ് സ്റ്റേജിൽ ഒന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള പ്ലെയർ അല്ല. സോ അതുകൊണ്ട് കണ്ടറിയണം. ഇത്രേ ഉള്ളൂ സീസൺ. സക്സസ് ചെയ്യുന്നതിനെ കണ്ടിക്കോ. ഒരു സി എഫിൽ ഒരു ശരിക്കും സക്സസ്ഫുൾ സീസൺ തന്നെയാണ്. എടാ നമ്മളിപ്പോ 3 ഫോർവേഡിന്റെ വീഡിയോ പറഞ്ഞില്ലേ, വേറെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫോർവേഡ് ഉണ്ട്. ജൂലിയൻ ആൽവാരസ് ആണോ? അല്ല, ആൽവർസ് പറഞ്ഞ, ഇസാക്ക് പറഞ്ഞ്, ഹാളൻഡ് പറഞ്ഞ്, വേറൊരു ഫോർവേഡും കൂടി ഉണ്ട്. ഏതാ പ്രീമിയർ ലീഗ് കളിക്കുന്ന? ലൗട്ടറോ മാർട്ടിനസ്. മാർട്ടിനസും നല്ല മതി. സ്കോറാ സീസൺ എല്ലായിടത്തും ഫോർമേഷൻ ഓക്കെ. അപ്പൊ ഗൈസ് നമുക്ക് ഈ സീസണിലെ പ്ലെയർ ഓഫ് ദ സീസൺ ആരെ പറയും? എനിക്ക് മാലിന് ഇഷ്ടമായ ഗോൾസോ സിസ്റ്റം വെച്ച് റഫീനി കൂടുതലായിരിക്കും. കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഒരു ബാലൻഡിയോർ അനദർ ക്രൈറ്റീരിയ. അതാ പറഞ്ഞ ലാ ലീഗിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഗോൾസും അസിസ്റ്റും ഈ പറഞ്ഞ പോലെ വന്നത് എന്താ പറയാ, പുള്ളിക്കാരൻ്റെ കീഴിൽ നിന്നായിരിക്കും, റഫീനയുടെ കീഴിൽ നിന്നായിരിക്കും. പ്ലേയിങ് സ്റ്റൈലും കളിയും വെച്ചും എനിക്ക് ഇഷ്ടമായത് യമാലിനെയാണ്. പക്ഷെ അവാർഡ് കിട്ടിയത് പെട്രിക്കാണ്. അതാണ് വ്യത്യാസം. അപ്പൊ അവനവൻ്റെ ഇഷ്ടം പറഞ്ഞ ഞാൻ ഇഷ്ടം പറഞ്ഞു. പിന്നെ മറ്റൊക്കെ തുറന്നാ എനിക്ക് എല്ലാരും പെഡിനെ പറഞ്ഞു. എനിക്ക് സീരിയസ്ലി എനിക്ക് പെഡിനെ ഏറ്റവും ഇഷ്ടം ഡിജോങ്ങിനെയാണ്. പാസസ് എന്ന് പറയുന്നത് അതാ പറഞ്ഞ മറ്റേ പ്ലേ മേക്കിംഗ്. ആരാ പറഞ്ഞാല് എഞ്ചിൻ എന്ന് പറയുന്നത് ഡിജോങ്ങാണ് ഞാൻ കാണുന്നത്. ഇതുപോലത്തെ സാധനമാണ് അർജന്റീനയില് ഇവൻ ആരാ, ഡീപ്പോള്. ഇപ്പൊ പാസിങ് ആക്യുറസി കൂടിയിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ 3 ബെറ്റർ ആയിട്ട് പാസ് വയ്ക്കും, കാരണം അത്ര ഷോക്കാർ പാസിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷെ എഞ്ചിൻ എന്ന് പറയുന്നത് ഡീപ്പോളായിരുന്നു. കളി വന്നിട്ടുണ്ട് പായസയുടെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിഷ്യൻ പോലുള്ള ത്രൂ ബോളും പാസും എല്ലാം വന്ന് പെഡ്ര സൈഡിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഡിഫൻസീവ് വെച്ച് നോക്കുമ്പോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഐ പ്രിഫർ ഡിജോ. ഓക്കെ. ടീം ഓഫ് ദ സീസൺ ബാർസലോണ. ഇവിടെ ടീം ഓഫ് ദ സീസൺ അപ്പൊ അതിന്റെ ഉത്തരം കിട്ടി പറയാൻ പറ്റില്ല. ഒരു ബസ്കറ്റ് ആള് പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ടീം ഓഫ് ദ സീസൺ നോക്കാം. ഗോൾ കീപ്പർ ആര് ചൂസ് ചെയ്യും? ഡിഫൻഡേഴ്സിലേക്ക് വരുമ്പോഴോ? റൈറ്റ് ബാക്കിന് ജോസ് പ്ലോണ്ടെ, ജിബി ഇനിഗോ മാർട്ടിനസ്, സിബി കുബാർസി, ലെഫ്റ്റ് ബാക്ക് ബാൽഡെ. ഓക്കെ. മിഡില് ഡിജോർണോ ഓഫ് കോഴ്സ്, പെഡ്രി ഓഫ് കോഴ്സ്. പിന്നെ കളിക്കാൻ സമയം കൊടുത്തില്ല, ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആർദ ഗോളർ. ഓക്കെ. ഫോർവേഡിലേക്ക് വരുമ്പോൾ പായസയുടെ 3 തരുന്നല്ല, യമാല്, റഫീന, ലെവൻഡോസ്റ്റ്. അപ്പൊ ഔട്ട് ഓഫ് 11 എത്ര പാസ് പ്ലേയേഴ്സ് ഉണ്ട്? 3, 5, 8 പേര്. 2 പേരുള്ളൂ. ഒബ്ലാക്ക്, ഓർബാസി, 2 സി പേരൊക്കെ പറഞ്ഞ കുബാർസിയും ഓഫ്. 9 പേരും പാസ പ്ലേയേഴ്സ് ഇവിടെ ടീം ഓഫ് ദ സീസണില്. നിന്റെ ടീം ഓഫ് ദ സീസൺ പറ. ഗോൾ കീപ്പർ ഞാൻ ഒബ്ലാക്ക്. റൈറ്റിലേക്ക് വരുമ്പോൾ റൈറ്റ് ബാക്ക് ജൂൾസ് കോണ്ടെ, സിബി, അസെൻസിയോ, കുബാർസി. എൽബി സെർജിയോ കാർഡോണ, വിയറയാലിൻ്റെ. ഓക്കെ.
ഇസയമ്മ, പെട്രി, വാൽവെർദെ, ഇസ്കോ. ഓക്കെ. ഫോർവേഡ്സ് യമാല, എംബാപ്പെ, റഫീനിയ. ആന്റണീനെ പറഞ്ഞേ ആന്റണി പറയാൻ നിന്നാ അല്ല ആക്ച്വലി എനിക്ക് ഇപ്പോൾ ആന്റണീനെ പറയണത് എന്താ, റഫീനിക്ക് പകരം. പക്ഷെ യമാലിനെ പിടിച്ച് മറ്റേ വിങ്ങിലിടാൻ പറ്റൂലല്ലോ. ഓ അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറെ രീതിയിലും പറയാനാണെങ്കിൽ എംബാപ്പെ വിങ്ങിലോട്ട് വരും, എന്നിട്ട് ജൂലിയൻ ആലോസ് അല്ലെങ്കിൽ സോർലോത്ത് സി എഫിലോട്ട്. ഇല്ല, റഫീന പോയി ടീമിൽ നിന്ന് എംബാപ്പെ വിങ്ങിലോട്ട് വന്ന്. ഓക്കെ എന്നിട്ട് വിട്ടു. വാട്ട് ആർ യു സെയിങ് ബ്ലഡി ഫുൾ 4-3-3 തന്നെ. പക്ഷെ ടോപ്പ് 3 ഫോർവേഡിൽ നേരത്തെ പറഞ്ഞത് റഫീനിയ, എംബാപ്പെ, യമാലായിരുന്നില്ലേ. അതിന്റെ എംബാപ്പേനെ ലെഫ്റ്റ് ഇട്ടിട്ട് സി എഫ് ആയിട്ട് ഈ പറഞ്ഞ പോലെ സോർലോത്തിന്റെ അല്ലെങ്കിൽ ജൂലിയൻ ആലോസിന് ഇടും. ഓക്കെ. അങ്ങനെ ചെയ്യാലോ. ഇത്തവണ 3-4 ഫ്രീ കിക്സ് അത് കലക്കാൻ സാധനങ്ങള്, ഒന്നും പറയാനില്ല. ഏകദേശം ആയില്ലേ ലലിക നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് സീസൺ തുടങ്ങി കുറച്ച് നമുക്ക് അടുത്ത എപ്പിസോഡ് വരാം. കീപ് കാം ആൻഡ് വെയിറ്റ് ഫോർ ബസ്കറ്റ്. ബസ്കറ്റ് ബസ്കറ്റ്. അപ്പൊ